ഈ കോവിഡ് കാലത്ത് ആവശ്യമുള്ള സാധനങ്ങൾ ഒറ്റ ക്ലിക്കിൽ നിങ്ങളുടെ വീട്ടിലെത്തുന്നു. പോക്കറ്റ് സ്റ്റോർ ആപ്പ് വഴി. രാജ്യാന്തര ടെലിവിഷൻ ദിനമായ നവംബർ 21 കടന്നുപോകുമ്പോൾ പഴയ പെട്ടി ടി വികൾ അരങ്ങൊഴിയുന്നു. ടി വി എന്ന രണ്ടക്ഷരം ആഡംബരത്തിൻ്റെ അവസാന വാക്കാക്കിയ കുലപതികളാണ് ഇന്ന് ആക്രിക്കടകളിലും ടി വി റിപ്പയർ ഷോപ്പുകളിലും പൊടിപിടിച്ച മൂലകളിൽ സ്ഥാനം കണ്ടെത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ടെലിവിഷൻ ചിഹ്നത്തോളം ആവശ്യപ്പെടുന്ന മറ്റൊരു ചിഹ്നമില്ലെന്നതും ടി വിയുടെ ജനപ്രീതി കൊണ്ടുതന്നെ. ടി വി എന്ന രണ്ടക്ഷരം ആഡംബരത്തിൻ്റെ അവസാന വാക്കായിരുന്നു പണ്ട്. വീടിന് നെറ്റിപ്പട്ടമെന്നോണം സ്ഥാപിച്ചിട്ടുള്ള സി ബാൻഡ് ഡിഷുകളും ആൻറ്റിനകളും വീട്ടുകാർക്ക് സമൂഹത്തിൽ ഗമയേകുന്ന വസ്തുക്കളായിരുന്നു. എന്നാൽ കാലത്തിൻ്റെ കുതിച്ചുചാട്ടത്തിൽ പെട്ടി ടി വിയും ഒപ്പം സി ബാൻഡ് ഡിഷുകളും മെലിഞ്ഞു തുടങ്ങി. മീൻമുള്ളു കണ്ണേയുള്ള ആൻറ്റിനകൾ പൂർണ്ണമായും അരങ്ങൊഴിഞ്ഞു. പെട്ടി ടി വികൾ ഇന്ന് അപൂർവം ചില വീടുകളിലുണ്ടെന്നൊഴിച്ചാൽ ആക്രിക്കടകളിലും ടി വി റിപ്പയർ ഷോപ്പുകളിലുമാണ് ഇവയുടെ സ്ഥാനം. സി ബാൻഡ് ഡിഷുകൾ ഓർമ്മ പുതുക്കാൻ എന്നോണം ഇന്നും ചില വീടിന് മുകളിൽ കാണാം. ഇത് കാണുന്നവർ ഇന്നും ആ പഴയ കാലഘട്ടം ഓർത്തുപോകും. പഴയകാലത്ത് ടി വി കാണാനായി സമീപത്തെ വീടുകളിൽ പോയിരുന്ന ഓർമ്മകൾ ഇന്നും പഴമക്കാർ പറയുന്നു. ഞായറാഴ്ച സിനിമ, ദൂരദർശന്റെ സ്വാഗതഗാനം, മഹാഭാരതം എന്നിവയെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വികളിലും പിന്നീട് വന്ന കളർ ടി വികളിലും കണ്ടതും മറക്കാത്ത ഓർമ്മയാണ് ഓരോരുത്തർക്കും. ഒരു 10-40 കൊല്ലമൊക്കെ മുന്നേ ഈ വലിയ മൂട് കൂർച്ച ടി വിയാണ് എൻ്റെയൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ മാറി LED പിന്നെ ഇതൊക്കെ ആയി മോഡിഫൈസൊക്കെ ചെയ്തൊക്കെ വന്ന് മാറി. പക്ഷേ അന്നൊക്കെ ഞാൻ ചെറുപ്പത്തിൽ ടി വി കാണാം, പന്തളിയൊക്കെ കാണാം. ഞങ്ങളുടെ കുടുംബം മുഹമ്മദ് മാഷ് എന്ന് പറയും, അവിടെ പോയിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ അന്നത്തെ ഒന്നും മാറില്ല. ഇപ്പോൾ വളരെ മൊബൈലിലും ഇതിലൊക്കെ ക്ലിയറാണ്. അപ്പോൾ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. അതിലൊക്കെ നല്ലൊരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. അതിനെ അന്നത്തെ കാലത്തൊക്കെ വളരെ അപൂർവം എന്താ പറയുക, നമ്മൾ വളരെ അതിൻ്റെ ടൈമൊക്കെ ഉണ്ടാക്കി വീട്ടിൽ നിന്നൊക്കെ ചോദിച്ച് പോകേണ്ട പറഞ്ഞാലും കൂടി പോകുകയായിരുന്നു. അത്രയും കമ്പായിരുന്നു ഇത് പിന്നെ ഇങ്ങനെ കാണുക പറഞ്ഞാൽ. അപ്പോൾ അതൊരു പ്രശ്നമില്ലാതെ ഇരിക്കണം. അന്ന് ടി വിയിൽ പിന്നെ സിനിമ ഉണ്ടാവും, പിന്നെ ഫുട്ബോൾ ഉണ്ടാവും. അന്ന് ഹോക്കിയൊന്നും അങ്ങനെ ആയിട്ടില്ല. ഹോക്കി ഇല്ലാത്തൊരു സമയം ഫുട്ബോൾ ഉണ്ടായിട്ടാണ്. ഞാനൊക്കെ വളരെ ഫുട്ബോളിൻ്റെ കമ്പത്തിൽപ്പെട്ട ആളാണ്. അത് കാണാൻ പോകും. അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന്. പിന്നെ സിനിമ ദിവസം ഉണ്ടാവും. ഞായറാഴ്ച ദിവസമൊക്കെ 2-3 സിനിമയൊക്കെ ഉണ്ടാവും. അതൊക്കെ കംപ്ലീറ്റ് ഇരുന്ന് കാണുക ചെയ്യുക. അങ്ങനെയായിരുന്നു അന്നൊക്കെ. അപ്പോൾ പിന്നെ സിനിമയിലും ബർലിയിലൊന്നും എന്താ കാരണം അപ്പോൾ മൊബൈലിലടക്കം സംഭവമുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ അത്ര ഇതിലൊന്നുമില്ല. അപ്പോൾ നല്ലൊരു അഭിപ്രായമാണ് അത് ഇങ്ങനെയൊക്കെ പുരോഗമനത്തിൽ വന്നതിൽ. പൊടി പിടിച്ചും മഴയും വെയിലുമേറ്റും പഴയ കുലപതികളായ പെട്ടി ടി വികൾ ഇന്ന് അനാഥരാണ്. അസാമാന്യ ഭാരവും വലുപ്പവുമുള്ള പെട്ടി ടി വികൾക്ക് പകരം മെലിഞ്ഞുടങ്ങിയ LCD LED ടി വികൾ വിപണിയിൽ എത്തിയതോടെയാണ് ഇവ പൂർണ്ണമായും അവഗണിക്കപ്പെട്ടത്. ലോകോത്തര ഫുട്ബോളർമാരായ പെലെയും മറഡോണയും നമ്മളിലേക്ക് ആദ്യമെത്തിയത് പെട്ടി ടി വികളിലൂടെയാണ്. എന്നാൽ പെട്ടി ടി വികൾ ഇന്ന് സമൂഹത്തിൽ നിന്ന് അകന്നു തുടങ്ങിയെങ്കിലും ഓരോ തിരഞ്ഞെടുപ്പ് സമയത്തും സ്വതന്ത്രരായി മത്സരിക്കുന്നവരുടെ ഭാഗ്യചിഹ്നമാണ് ഇപ്പോഴും ഈ കൂട്ടർ. ടി വി ചിഹ്നത്തോളം ആവശ്യപ്പെടുന്ന മറ്റൊരു ചിഹ്നമില്ലെന്നതും ടെലിവിഷന്റെ പ്രസക്തിയെ ഓർമ്മിപ്പിക്കുന്നു.